ഒരു യുവ ഡോക്ടറായിരുന്നപ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടനയിൽ ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് പലപ്പോഴും എന്നെ കാണുമ്പോഴത്തേക്ക് എന്തോ അതിശയം സംഭവിച്ച പോലെയാണ് അക്കാലത്തും പലരും ചോദിച്ചിരുന്നത്. പിന്നെ ഞാൻ ജനീവയിലും പല രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തോ അതിശയം പോലെ. കാരണം ലോകാരോഗ്യ സംഘടനയിൽ UN-ലൊക്കെ ജോലി ചെയ്യുന്ന അപൂർവം മലയാളികളെ പലർക്കും അറിയാവുള്ളൂ. മലയാളികൾ ഒരുപാടുണ്ട്. അവർ പല രാജ്യത്തുമാണ്. ചിലപ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കേരളത്തിനൊക്കെ പുറത്തോ ഇന്ത്യക്ക് പുറത്തോ വളർന്ന മലയാളികളൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമാണ് UN-ലേക്ക് എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ പലയിടത്തും ഈ മോട്ടിവേഷണൽ ടോക്കിനോ അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ കോളേജുകളെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് പറ്റും. അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞായിട്ട് തോന്നുമെങ്കിൽ അതിനകത്ത് എൻ്റെ പിന്നിൽ ഒരുപാട് എനിക്ക് പറയാനുള്ള അർത്ഥങ്ങളുണ്ട്. ഞാനൊരു സാധാരണ സർക്കാർ മലയാളം മീഡിയം സ്കൂളിൽ 6ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. വീടിനടുത്തുള്ള ഒരു സാധാരണ സർക്കാർ സ്കൂൾ. 7ാം ക്ലാസ് തൊട്ടും ഒരു പൊതുവിദ്യാലയത്തിലാണ്, സെൻറ്റ് ജോസഫ് സ്കൂൾ, കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്കൂൾ. അതും മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. ഞാൻ തിരുവനന്തപുരത്ത് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പാസ്സായിറങ്ങുമ്പോഴും എനിക്കൊരു ഇംഗ്ലീഷെ കൈകാര്യം ചെയ്യാൻ അറിയാം, വിഷയങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രഭാഷണം നടത്താനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു കോൺവെർസേഷനിൽ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഇടപെടാനൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ നേടാൻ പറ്റും. ഞാൻ 2020 ഉപേക്ഷിച്ച് വരുന്ന ജോലി ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യരംഗത്തൊരു പ്രസ്ഥാനത്തിൻ്റെ ആഗോള സാംക്രമിക രോഗ വിഭാഗം ഡയറക്ടറായിട്ടാണ്. ഒരുപക്ഷെ ആദ്യത്തെ ഒരു അമേരിക്കക്കാരനല്ലാത്ത ഒരാൾ ആ ജോലി എത്തിയ ഞാനാണ്. അപ്പോൾ അത് എൻ്റെ വ്യക്തിപരമായ കഴിവൊന്നുമല്ല. വ്യക്തിപരമായ കഴിവ് നമുക്ക് സ്വാഭാവികമായിട്ട് ജനറ്റിക്കായിട്ട് കിട്ടിയ കുറച്ച് കഴിവുകളാണ്. പക്ഷേ നമ്മൾ സാധാരണ വീട്ടിൽ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മകനായിട്ട് വാടക വീട്ടിൽ ജീവിച്ച ആളാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്ക് എവിടെ വേണം എത്തിപ്പെടാൻ പറ്റും. ഞാൻ ഇപ്പോഴത്തെ തലമുറ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അതിനൊരു ഉദാഹരണം കൂടെ പറയാം, അല്ലെങ്കിൽ വേറെ രസകരമായ സംഭവം കൂടെ പറയാം. ജനീവയിൽ ജോലി ചെയ്യുമ്പോൾ 2009 മറ്റാണ് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജിലേക്ക് എന്നെ പ്രഭാഷണത്തിൽ വിളിച്ചു. ഞാൻ അവധിക്ക് വരുന്ന പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന ജോയ് ഫിലിപ്പ് സാർ, എന്നെ പഠിപ്പിച്ച ആളാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് റിട്ടയർഡ്, അദ്ദേഹം പ്രൈവറ്റിലാണ്. എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്ന കുട്ടികൾ പറഞ്ഞു, സാറ് കോട്ടും ടൈയൊക്കെ ഇട്ടാൽ വരുന്നത്. ഞാൻ പറഞ്ഞു, സാധാരണ ഇപ്പോൾ എന്നെപ്പോലുള്ള തിരുവനന്തപുരംകാരൻ തന്നെയാണ് ജനീവയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അതവർക്ക് ആ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അത് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ ചില വരികൾ ഒരുപാട് പേരെ സ്വാധീനിച്ചു എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഹാഡ് ടു ക്രോസ് ഓഷ്യൻസ് ആൻഡ് മൗണ്ടൻസ് ആൻഡ് ഡെസേർട്സ് ടു റീച്ച് ജനീവ എന്ന് പറഞ്ഞാൽ ഞാൻ മഹാസമുദ്രങ്ങളും മരുഭൂമികളും മഹാവനങ്ങളും കടന്നാണ് ജനീവയിലെത്തിയത്. കുട്ടികൾ കൈയടിച്ചു. ഞാൻ പറഞ്ഞു, അതൊരു കാര്യമില്ല, അവിടേക്ക് ഒരു ഹൈവേ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് സ്വാഗതം പറഞ്ഞ ആൾ ഇപ്പോൾ WHO-ലാണ്. എന്നേക്കാൾ എത്രയോ താഴെയുള്ളൊരു വിദ്യാർത്ഥി, പ്രായത്തിൽ താഴെയുള്ള. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഹൈവേ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഹൈവേ അറിയാമെങ്കിൽ അല്ലെങ്കിൽ പോകേണ്ട വഴി അറിയാമെങ്കിൽ അതിന് പ്രത്യേക പഠനമുണ്ട്. അപ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റ് BDS പഠിക്കണമെങ്കിൽ BDS ഉള്ള പരീക്ഷ പാസ്സായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ BDS കോഴ്സ് ചെയ്തേ പറ്റൂ. ആയുർവേദം പഠിക്കണമെങ്കിൽ അത് പഠിച്ചേ പറ്റൂ. അതുപോലെ UN ജോലികളിൽ എത്തണമെങ്കിൽ, ലോകാരോഗ്യ സംഘടനയിൽ എത്തണമെങ്കിൽ അതിന് പഠിക്കേണ്ട കോഴ്സുകൾ, മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കോഴ്സുണ്ട്, PhD ചെയ്യാം. ഈ പഠനം നടത്തി കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയിൽ എവിടെ വേണം എത്താം. ലോകാരോഗ്യ സംഘടന എത്താൻ ഡോക്ടറായിരിക്കണമെന്നില്ല. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ എത്യോപ്യക്കാരൻ ടെഡ്രോസ്, അയാൾ ഡോക്ടറല്ല. എൻ്റെ പല മേധാവികളും ഡോക്ടർമാരായിരുന്നില്ല. അപ്പോൾ ഡോക്ടർമാർക്ക് ലോകാരോഗ്യ സംഘടനയിൽ എത്താൻ പറ്റൂ, അല്ലെങ്കിൽ UN പോലത്തെ പ്രശ്നങ്ങളിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കും തെറ്റാണ്. എന്നെപ്പോലെ സാധാരണക്കാരന്, സാധാരണ സ്കൂളിൽ പഠിച്ച ആൾക്ക് അതിൻ്റെ സങ്കേതങ്ങൾ മനസ്സിലാക്കിയാൽ അവിടെ എത്തിപ്പെടാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. നിങ്ങളൊരാൾക്ക് നാളത്തെ ശശി തരൂർ നിങ്ങൾക്ക് മാറാം. UN അണ്ടർ സെക്രട്ടറി ജനറൽ ഇന്ത്യക്കാർ ഇപ്പോഴും ഉണ്ട്, തരൂരിന് ശേഷവും ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ വീടുകളിൽ നിന്ന് വരുന്നവരാണ്. പിന്നെ ഈ സാധാരണ വീടുകളിൽ നിന്ന് വരുന്നവരാണ് എപ്പോഴും അസാധാരണ പ്രവൃത്തികൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ കുടുംബങ്ങളിലെ അല്ലെങ്കിൽ ഏറ്റവും ധനികരുടെ മക്കളിലെ എല്ലാ ഉന്നത പദവികളിൽ ഇരിക്കേണ്ടത്. സാധാരണക്കാർക്കാണ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും അതിശയങ്ങൾ കാണിക്കാനും പറ്റും.